പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നിന്നുള്ള ഏതാനും സന്ദേശങ്ങളാണ് നമ്മളിന്ന് ധ്യാനചിന്തയായിട്ട് എടുക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ ആശയസമ്പുഷ്ടമായിട്ടുള്ള ഒരു അധ്യായമാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രവചനം നടത്തിയ മഹനീയനായിട്ടുള്ള വ്യക്തിയാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ നാം കാണുക യെശയ്യായുടെ ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. യെശയ്യായുടെ വിളിയും അദ്ദേഹത്തെ ദൗത്യമേൽപ്പിക്കുന്ന അതിമനോഹരമായ ഭാഗമാണ് നമ്മളവിടെ വായിക്കുന്നത്. ഉസിയ രാജാവ് മരിച്ച ആ വർഷത്തിൽ യെശയ്യായ്ക്ക് ഉണ്ടായ ഒരു ദർശനത്തെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുക. യെശയ്യാ പ്രവാചകൻ കാണുന്ന ദർശനം ഇതാണ്. മനോഹരമായിട്ടുള്ള ഒരു സിംഹാസനത്തിൽ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ വസ്ത്രാഞ്ചലം ദേവാലയത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. സെറാഫുകൾ കർത്താവിൻ്റെ ചുറ്റും നിന്ന് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുകയാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ, ദൈവമായ കർത്താവ് പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആർത്തുപാടി കർത്താവിനെ സ്തുതിക്കുന്ന സെറാഫുകളുടെ ഗണത്തെ പ്രവാചകൻ ദർശനത്തിൽ കാണുകയാണ്. ആ അതിമനോഹരമായിട്ടുള്ള ദർശനം കണ്ടപ്പോൾ യെശയ്യാ പ്രവാചകൻ അനുദപിക്കുന്ന ഒരു ചിത്രമാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു: എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തുകൊണ്ടെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ്. ദൈവത്തിൻ്റെ ദർശനം കണ്ടപ്പോൾ പ്രവാചകന് അനുതാപമുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദർശനം കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തെ തന്നെ ഒരുവൻ ദർശിക്കുമ്പോഴാണ് ഒരുവന് അനുതാപമുണ്ടാവുക. വേദപുസ്തകത്തിൽ ആദിയോടന്തം ദൈവത്തെ ദർശിച്ച അനേകം വ്യക്തികളുണ്ട്. ദൈവത്തിൻ്റെ ദർശനമുണ്ടായപ്പോൾ രൂപാന്തരീകരണം എല്ലാവർക്കും സംഭവിക്കുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു ദർശന അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവാനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. പ്രവാചകന് കർത്താവിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ദർശനമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആദ്യമുണ്ടായ അനുഭവം അനുതാപമാണ്. എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനുമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകൻ അനുദപിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ അനുദപിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെറാഫുകളിൽ ഒരു സെറാഫുകളുടെ ഒരു പ്രത്യേകത, സെറാഫുകൾക്ക് 6 ചിറകാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. 2 ചിറകുകൾ കൊണ്ട് അവ പറന്നുയരുന്നു, 2 ചിറകുകൾ കൊണ്ട് അവ മുഖം മറയ്ക്കുന്നു, 2 ചിറകുകൾ കൊണ്ട് അവ അവരുടെ പാദങ്ങൾ മറയ്ക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടുകൂടെ അവർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തുപാടുന്ന സെറാഫുകളിലൊന്ന്. ബലിപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ കൊടിൽ കൊണ്ടെടുത്ത് യെശയ്യായുടെ അടുക്കലേക്ക് പറന്നു വരികയും യെശയ്യായുടെ ആദരങ്ങളെ സ്പർശിച്ച് കൊണ്ട് ഇപ്രകാരം പറയുന്നു: നിന്റെ മാലിന്യങ്ങൾ നീക്കപ്പെട്ടു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പ്രവാചകനോട് പറയുകയാണ്. ദൈവത്തിൻ്റെ ദർശനാനുഭവം ഉണ്ടായപ്പോൾ പ്രവാചകൻ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവം വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ അനുതാപമുണ്ടാകുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് കാൽവരിയിൽ യാഗമായി തീരുന്ന അവസരത്തിൽ കർത്താവിൻ്റെ വലതും ഇടത്തും 2 വ്യക്തികൾ കിടന്നിരുന്നു. ഒരു വ്യക്തിക്ക് അനുതാപമുണ്ടാകുന്നു. അനുതാപമുണ്ടായ വ്യക്തി കർത്താവിനോട് സംസാരിക്കുന്നു, അനുദപിക്കുന്നു. യേശു തമ്പുരാൻ ആ വലതുവശത്ത് കിടന്ന കള്ളനോട് പറയുന്നു: ഇന്ന് നീ എന്നോട് കൂടെ പരദേശത്തിലായിരിക്കും. എന്നാൽ ഇടതുഭാഗത്തെ കള്ളന് ആ സൗഭാഗ്യം കിട്ടിയില്ല. യെശയ്യാ പ്രവാചകന് ദർശനമുണ്ടായ അനുഭവത്തിൽ യെശയ്യാ പ്രവാചകൻ അനുദപിച്ചുവെങ്കിലും ദൈവവചനം 6-ാം അധ്യായം സൂക്ഷിച്ചു വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു വ്യക്തിയെ അവിടെ കാണാൻ സാധിക്കും. ആ 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഉസിയ രാജാവ് മരിച്ച വർഷം എന്ന് എഴുതിയിട്ടാണ് വേദപുസ്തകം യെശയ്യാ പ്രവചനം 6-ാം അധ്യായം തുടങ്ങുന്നത്. ആരാണ് ഉസിയ? ഉസിയായെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ബൈബിളിൻ്റെ പഴയ നിയമതാളുകളിലേക്ക് വീണ്ടും കുറച്ച് പുറകോട്ട് പോകണം. ദിനവൃത്താന്ത പുസ്തകത്തിൽ 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിലാണ് ഉസിയ എന്ന രാജാവിനെ കുറിച്ച് നാം കാണുക. 16 വയസ്സിലാണ് ഉസിയ രാജാവായത് എന്ന് വേദപുസ്തകത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നു. ഉസിയായെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കുന്നത് വരെ ഉസിയ നല്ല രീതിയിൽ ദൈവഭക്തിയിൽ ജീവിച്ചു, ദൈവത്തോട് സ്നേഹമുള്ളവനായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. എന്നാൽ അവനെ ഭക്തി പരിശീലിപ്പിച്ച സക്കറിയ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വഴിതെറ്റിപ്പോയി. ഇതുകൊണ്ടായിരിക്കാം നമുക്കൊരു ആത്മീയതയിൽ ഒരു ആത്മീയ ഗുരു നമ്മളെ വേണ്ട തരത്തിൽ നയിക്കാൻ ഒരു വ്യക്തി വേണമെന്ന് പറയുക. എന്തൊക്കെയാണെങ്കിലും 16 വയസ്സിൽ രാജാവായ ഉസിയ ഭക്തിയോടെ ദൈവഭയത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. അതുകൊണ്ട് തന്നെ
അവന് ഈജിപ്റ്റ് ദേശത്ത് പട്ടണങ്ങൾ പണിയാൻ സാധിച്ചു. കൃഷിയിൽ താല്പര്യമുള്ള ആളായതുകൊണ്ട് കുന്നിൻ പ്രദേശം മുഴുവൻ അവൻ മുന്തിരി കൃഷി ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 3 ലക്ഷത്തിലധികം പട്ടാളക്കാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇങ്ങനെ പടിപടിയായിട്ട് അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച നിമിത്തം ദൈവം അദ്ദേഹത്തെ വളർത്തി വലുതാക്കി. എന്നാൽ പ്രിയപ്പെട്ടവരെ, 2 ദിനവൃത്താന്തം 26-ാം അധ്യായം സൂക്ഷ്മമായി വായിച്ച് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, പ്രബലനായപ്പോൾ അദ്ദേഹം അഹങ്കാരപ്രമത്തനായി തീർന്നു എന്ന് വേദപുസ്തകം പറയുകയാണ്. അവൻ പടിപടിയായിട്ട് ഉയർന്നപ്പോൾ ദൈവത്തെ വിട്ടുകളഞ്ഞു, അഹങ്കാരിയായി മാറി എന്ന് തിരുവചനം പറയുന്നു. എന്താണ് ഉസിയ കാണിച്ച അഹങ്കാരമെന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. എന്താണ് ഈ രാജാവ് കാണിച്ച അഹങ്കാരത്തിൻ്റെ പ്രവൃത്തി? രാജാവിനൊരു ആഗ്രഹം, പ്രബലനായി തീർന്നപ്പോൾ അവന് ദേവാലയത്തിൽ കടന്ന് ധൂപം കാട്ടാൻ ഒരു ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, ധൂപം ദേവാലയത്തിൽ കാണിക്കുന്നത് അഹറോനും അഹറോന്റെ മക്കളും, അല്ലെങ്കിൽ ധൂപം കാണിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത പുരോഹിതന്മാർ മാത്രമാണ് ദേവാലയത്തിൽ ധൂപം അർപ്പിക്കേണ്ടത്, രാജാവല്ല. രാജാവിനെ ഏൽപ്പിച്ച ദൗത്യവുമല്ല അത്. വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകളുണ്ട്, നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളുണ്ട്. അതിലാണ് നമ്മൾ അടിയുറച്ച് വളരേണ്ടതും നമ്മുടെ ശുശ്രൂഷകൾ പരിപോഷിപ്പിക്കപ്പെടേണ്ടതും. എന്നാൽ ഉസിയാക്ക് രാജാവായി തീർന്നപ്പോൾ അവൻ അഹങ്കാരിയായിട്ട് മാറി. പുരോഹിതൻ ചെയ്യുന്ന ജോലി തനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. എന്നാൽ അന്നത്തെ പുരോഹിതന്മാരിൽ 80ഓളം പുരോഹിതന്മാർ, അഹസിയ എന്ന് പറയുന്ന പുരോഹിതൻ ഉൾപ്പെടെ 80ഓളം പുരോഹിതന്മാർ ഉസിയായോട് പറഞ്ഞു, ഉസിയ, നീ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ്, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഉസിയ പറഞ്ഞു, ഞാൻ രാജാവാണ്. അവൻ കോപിച്ചു, പുരോഹിതന്മാരോട് കോപിച്ചു. അവൻ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കനത്ത പ്രഹരം അവനേറ്റു. എന്താണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധി അവന് വന്നത്? ഉസിയായുടെ നെറ്റിയിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെട്ടു എന്ന് വേദപുസ്തകം വായിക്കുന്നു നാം. അവിടെ കാണുന്ന പുരോഹിതന്മാർ ഉസിയായോട് പറഞ്ഞു, നിന്റെ നെറ്റിയിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഉസിയ ദൈവം പ്രഹരിച്ചതിനാൽ, ദൈവം അവനെ ശിക്ഷിച്ചതിനാൽ ദേവാലയത്തിൽ പോകുവാൻ തിടുക്കം കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം പടിപടിയായി 16 വയസ്സിൽ അവനെ രാജാവാക്കി പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നെങ്കിലും അവൻ അഹങ്കാരിയായി തീർന്നത് കാരണം അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെടുകയും അവൻ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും ചെയ്തു. ദേവാലയത്തിൽ നിന്ന് പുറത്തു പോയി എന്നതിനേക്കാൾ കുഷ്ഠരോഗിയായതിനാൽ പിന്നീട് ഒരിക്കലും അവന് ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് 2 വ്യക്തികളെയാണ് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയത്. ഒന്നാമത്തെ വ്യക്തി യെശയ്യാ പ്രവാചകൻ, രണ്ടാമത്തെ വ്യക്തി ഉസിയ രാജാവ്. യെശയ്യാ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദർശനം കണ്ടപ്പോൾ, ദൈവത്തെ മുഖാഭിമുഖം ദർശിച്ചപ്പോൾ അവന് അനുതാപമുണ്ടായി. അശുദ്ധമായ അധരങ്ങളുള്ളവനാണ് ഞാൻ, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനാണെന്ന് പറഞ്ഞ് അനുദപിച്ചപ്പോൾ പരിശുദ്ധനായ ദൈവം സെറാഫിനയച്ച് അവൻ്റെ അധരത്തെയും നാവിനെ ശുദ്ധീകരിച്ചു. മാത്രമല്ല അവനെ പ്രവാചകനായി അവരോധിച്ചു. എന്നാൽ ഇവിടെ ഉസിയാക്കി എന്തുപറ്റി? ഉസിയ അഹങ്കാരിയായി തീർന്ന് പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അകന്ന് വളരെ ദൂരേക്ക് പോകേണ്ടി വന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ 2 വ്യക്തികൾക്ക് വിഭിന്നമായ അവസ്ഥകൾ. ഒരാൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഒരാൾ അശുദ്ധനായി മാറുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ യെശയ്യായെ പോലെ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടുമോ? ഉസിയായെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറുമോ? ഇന്ന് ഈ ടിവിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നീ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിൽ നിന്നും വീണ്ടും ധാരാളം സന്ദേശങ്ങൾ നമുക്ക് ധ്യാനിച്ചെടുക്കാവുന്നതാണ്. ഉസിയാക്ക് പ്രഹരമേറ്റത് അല്ലെങ്കിൽ ശിക്ഷയേറ്റത് അവൻ്റെ നെറ്റിത്തടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ശിരസ് എന്ന് പറയുന്നത് എല്ലാ ചിന്തകളുടെയും കേന്ദ്രമാണ്. ശിരസ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ ശിരസ് മുഴുവൻ വ്രണമാണ്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ വ്രണവും ക്ഷതവും മാത്രം, അത് വെച്ച് കെട്ടുകയോ വൃത്തിയാക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്നു. ശിരസ് മുഴുവൻ വ്രണമാണ്, തലയിൽ മുഴുവൻ പുണ്ണ് ബാധിച്ചിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ശിരസിൽ പുണ്ണാണ്. ശിരസ് എന്ന് പറയുമ്പോൾ ചിന്തകളുടെ കേദാരം. ചിന്തകളാണ്. ചിന്തകൾ എങ്ങനെയുള്ളതായി തീരുമോ അതുപോലെ ആയിരിക്കും ഒരു വ്യക്തിയുടെ വാക്കുകൾ, ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ. ചിന്ത ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമാണ് ഒരാളുടെ വാക്കുകളും അയാളുടെ പ്രവർത്തനങ്ങളും ശുദ്ധീകരിക്കപ്പെടുക. അപ്പോൾ പ്രവാചകൻ പറയാണ്, നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക്, എനിക്ക് ഉൾപ്പെടെ നമ്മുടെ ചിന്താഗതികൾ നമുക്ക് പരിശോധിക്കാം. അത് അശുദ്ധമാണോ, തലയിൽ പുണ്ണുണ്ടോ എന്ന് പരിശോധിക്കാൻ കർത്താവ് പറയുന്നു. നമ്മുടെ കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ
20 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചു. അശുദ്ധിയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ അശുദ്ധികളുടെ ഒരു ലിസ്റ്റ് കർത്താവ് പറയുന്നുണ്ട്. 13 കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം പറയുന്നത് ദുഷ്ചിന്ത എന്നാണ്. ദുഷിച്ച ചിന്തകൾ. ഈ ദുഷിച്ച ചിന്തകൾ ഒരുവനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കാരണം ശിരസ് മുഴുവൻ പുണ്ണാണെന്നാണ് പറയുന്നത്. അങ്ങനെ തലയ്ക്കകത്ത് പുണ്ണുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ അശുദ്ധമായ ചിന്തകളും അശുദ്ധമായ വിചാരങ്ങളും കൂടെ ഉണ്ടാകും. അത് ഉസിയാക്ക് സംഭവിച്ചതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ അതൊരു കുഷ്ഠമാണ്. അങ്ങനെ ഒരു കുഷ്ഠത്തിന്റെ അവസ്ഥയുള്ള വ്യക്തിക്ക് ദേവാലയത്തിൽ ദൈവമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധ്യമല്ല. അങ്ങനെ സമ്പർക്കം പുലർത്തണമെങ്കിൽ ഈ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടണം. എങ്ങനെയാണ് ഒരുവന്റെ ചിന്ത വിശുദ്ധീകരിക്കപ്പെടുക? ചില ആളുകൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം വരുന്നു, ചീത്ത ചിന്തകൾ, മ്ലേച്ഛ ചിന്തകൾ വരുന്നു, അല്ലെങ്കിൽ കോപത്തിന്റെ ചിന്തകൾ, പ്രതികാര ചിന്തകൾ വരുന്നു. ഈ തലയ്ക്കകം മുഴുവൻ എങ്ങനെ ശുദ്ധീകരിക്കപ്പെടും? വേദപുസ്തകം എന്താണ് പറയുന്നത്? ഈ ശുദ്ധീകരണത്തെക്കുറിച്ച് കർത്താവ് എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് മാത്രമേ നമ്മെ ശുദ്ധീകരിക്കാൻ സാധിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ശുദ്ധീകരിക്കുക. എന്നാൽ തലയ്ക്ക് പുണ്ണുള്ള ഈ ഉസിയ രാജാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ തലയിൽ അഭിഷേകം കിട്ടിയ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ആരാണ് ശിരസിൽ അഭിഷേകം കിട്ടിയ വ്യക്തി? പഴയ നിയമത്തിൽ 133-ാം സങ്കീർത്തനം, 2-3 വാക്യങ്ങളുള്ള അതിമനോഹരമായ സങ്കീർത്തനമാണ് 133-ാം സങ്കീർത്തനം. അവിടെ അഹറോനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരാണ് അഹറോൻ? അഹറോൻ മോശയുടെ ജ്യേഷ്ഠനാണ്. മോശയ്ക്ക് 80 വയസ്സുള്ളപ്പോൾ അഹ്റോന് 83 വയസ്സാണെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് മോശയുടെ ചേട്ടനാണ് അഹ്റോൻ. മോശയെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ മോശ പറഞ്ഞു, എനിക്ക് വിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ജനങ്ങളോട് സംസാരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് കൂട്ട് അഹ്റോനെ കൊടുത്തു. മോശയോട് ദൈവം നേരിട്ട് സംസാരിക്കും. മോശ അത് വിക്കി അഹ്റോനോട് പറയും, അഹ്റോൻ അത് ആളുകളോട് പറയും. അഹ്റോനെയാണ് ആദ്യത്തെ പുരോഹിതനായിട്ട് ദൈവം പഴയ നിയമത്തിൽ തെരഞ്ഞെടുക്കുന്നത്. ആ പുരോഹിതനെ കുറിച്ച് 133-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു. അവിടെ ഇങ്ങനെയാണ് സങ്കീർത്തകൻ പറയുന്നത്, ഇങ്ങനെ പറയുന്നു, സഹോദരർ ഏകമനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. സഹോദരർ ഒരുമിച്ച് വസിക്കുന്നിടത്തല്ല, സഹോദരർ ഏകമനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നിടത്ത്. ഏകമനസ്സ്, അത് അവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. സഹോദരർ ഏകമനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നിടത്താണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. സഹോദരർ ഏകമനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നിടത്ത്. അതിന് ഒരു മനോഹരമായിട്ടുള്ള ഭാഷയിൽ സങ്കീർത്തനം പറയുകയാണ്, ആ ഏകമനസ്സോടുകൂടി ജീവിക്കുന്നത് അഹറോന്റെ ശിരസിൽ നിന്ന് താടിയിലേക്ക് ഒഴുകിയിറങ്ങി അങ്കിപ്പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. ഹെർമോൺ തുഷാരം പോലെയാണത് എന്നാണ് പറയുന്നത്. അഹറോന്റെ ശിരസിൽ അവനെ പുരോഹിതനായിട്ട് ദൈവം അഭിഷേകം ചെയ്യുന്ന സമയത്ത് അവൻ്റെ തലയിൽ ഒരു അഭിഷേക തൈലം ഒഴിച്ചു. പുരോഹിതനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വ്യക്തിയെ ആ പ്രധാന പുരോഹിതനെ അഭിഷേകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ അനോയിന്റിങ് ഓയിൽ വേറെ ഒന്നിനും ഉപയോഗിച്ചുകൂടാ. പ്രത്യേകമായ സുഗന്ധ കൂട്ടുകളിലൂടെയാണ് അത് ഉണ്ടാക്കുന്നത്. അത് അഹ്റോന്റെ തലയിൽ ഒഴിച്ചപ്പോൾ താടിയിലൂടെ അങ്കിപ്പട്ടയിലൂടെ താഴേക്ക് ഒഴുകി എന്നാണ് പറയുന്നത്. ഉസിയായുടെ തലയിൽ പുണ്ണുണ്ടായപ്പോൾ അഹ്റോന്റെ തലയിൽ അഭിഷേക തൈലമാണ് ഒഴിക്കുന്നത്. ആ അഭിഷേക തൈലം ഒഴിച്ചപ്പോൾ അത് താഴേക്ക് ഒഴുകി എന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ശിരസിൽ പുണ്ണുള്ള നീ കർത്താവിനോട് പറയണം, കർത്താവേ, അഹ്റോന്റെ തലയിൽ അഭിഷേക തൈലം തന്നതുപോലെ എനിക്കും നിന്റെ കരസ്പർശനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ആ കുഷ്ഠരോഗി മത്തായി സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി താണു വീണ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. അവൻ ശിരസ് മുതൽ കാൽപാദം വരെ കുഷ്ഠം മാറി അവൻ മനോഹരമായ ഒരു വ്യക്തിയായി തീർന്നു എന്ന് വചനത്തിൽ വായിക്കുന്നു. എങ്ങനെയാണ് അവൻ സൗഖ്യപ്പെട്ടത്? യേശു തമ്പുരാൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. അങ്ങനെയാണ് അവൻ്റെ കുഷ്ഠം മാറ്റിയത്. എന്നെ കേൾക്കുന്ന ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുമേ, പ്രിയപ്പെട്ടവരെ, നീ ഒരു വീട്ടിലെ അമ്മയായിരിക്കാം, അപ്പച്ചനായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിരിക്കാം, ഏതെങ്കിലും നേതൃസ്ഥാനം ഏറ്റെടുത്ത വ്യക്തിയായിരിക്കാം. ഉസിയ ഒരു രാജ്യത്തിന്റെ രാജാവായിരുന്നു. അവന്റെ തലയിൽ മുഴുവൻ പുണ്ണു വരിക എന്ന് പറഞ്ഞാൽ അവന്റെ ഭരണത്തിന്റെ എല്ലാ മേഖലയിലും ആ പുണ്ണിന്റെ അംശങ്ങൾ വ്യാപിക്കും. നീ ഒരു ടീച്ചറാണെങ്കിൽ നിന്റെ ചിന്താഗതികൾ മലീമസമാണെങ്കിൽ, യേശു തമ്പുരാന് നിരക്കാത്താണെങ്കിൽ, നീ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നിന്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന മുഴുവൻ തെറ്റായ ബോധ്യങ്ങളായിരിക്കാം.
നീ ഒരു അമ്മയാണെങ്കിൽ നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ബോധ്യങ്ങൾ തെറ്റായിരിക്കാം. നീ ഒരു ഭരണാധികാരിയാണെങ്കിൽ ഭരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നീ പകർന്നു കൊടുക്കുന്ന തെറ്റായ ബോധ്യങ്ങളായിരിക്കാം. അതുകൊണ്ട് യേശു തമ്പുരാന്റെ മുമ്പിൽ കർത്താവെ, എൻ്റെ ശിരസിനെ, എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ചിന്താഗതികൾ ശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിന്ത ശുദ്ധീകരിച്ചാലാണ് വാക്കുകൾ ശുദ്ധീകൃതമാകൂ. വാക്കുകൾ ശുദ്ധീകൃതമായാലാണ് പ്രവർത്തനം ശുദ്ധീകൃതമാകൂ. നാം പലപ്പോഴും പ്രവൃത്തി നന്നാക്കാനാണ് നോക്കുക. മദ്യപാനം മാറ്റാൻ, പുകവലി മാറ്റാൻ, ദുശീലങ്ങൾ മാറ്റാൻ. പ്രവൃത്തി സെക്കൻഡറി ആണ്. ആദ്യം മാറ്റേണ്ടത് ചിന്താഗതികളാണ്. നമ്മുടെ തലയ്ക്കകത്ത് ദൈവത്തിൻ്റെ വചനം വരണം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരിക്കുമ്പോൾ ദൈവജനത്താൽ നമ്മൾ നിറയും. ദൈവവചനത്താൽ നിറയണം. ദൈവവചനം വായിച്ചും ദൈവവചനം കേട്ടും ദൈവവചനത്തിൻ്റെ ബോധ്യങ്ങൾ നിറയുമ്പോഴാണ് ഈ പുണ്ണുകൾ പടിപടിയായി നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുക. അപ്പോഴാണ് നമ്മൾ യെശയ്യായെ പോലെ ശുദ്ധീകൃതമാകുന്ന അവസ്ഥയുണ്ടാകുക. അപ്പോഴാണ് കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കുക. ദൈവജനത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ എങ്ങനെ കാണാൻ സാധിക്കും? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളെ ക്രിസ്തുവുമായി ഞാൻ വിവാഹ നിശ്ചയം നടത്തി. യേശു ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം നടത്തി. ആരെ? കൊരിന്ത്യയിലുള്ള സഭയിലുള്ള ആളുകളെ. നമ്മൾ ഓരോരുത്തരുമാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിമാർ. നമ്മൾ ഓരോരുത്തരും മണവാട്ടികളാണ്. ക്രിസ്തുവാണ് മണവാളൻ. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവുമായിട്ട് നിങ്ങളുടെ വിവാഹബന്ധം ഞാൻ ഉറപ്പിച്ചു. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കണം. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ, അന്ന് ആദിമ പറുദീസായിൽ ഹവ്വായെ തന്ത്രപൂർവമാണ് പിശാചി ചതിച്ചത്. അതുപോലെ നിങ്ങളുടെ ചിന്തകളെ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ കർത്താവുമായിട്ട് സംയോജിക്കേണ്ട ആളുകളാണ്. അങ്ങനെ സംയോജിക്കുന്നതിന് പകരം ഇതിനിടയിൽ പിശാച് തന്ത്രപൂർവം നിങ്ങളിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ ചിന്തകളെ യേശുക്രിസ്തുവിലുള്ള വിശുദ്ധിയിലും ലാളിത്യത്തിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അപ്പോസ്തലൻ വ്യാകുലപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകൾ യേശുക്രിസ്തുവിൽ നിന്നും പടിപടിയായി മാറിപ്പോകുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ നാം കർത്താവിൽ നിന്നും വളരെ വളരെ ദൂരത്തിലായി തീരും. അങ്ങനെ ദൂരത്തിലാകാതിരിക്കേണ്ടതിന് നാം കൂടെ നാം കേട്ട കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന് നാം അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണെന്നാണ് ഹെബ്രായ ലേഖന കർത്താവ് പറയുന്നത്. നാം കേട്ട കാര്യത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തികളിൽ ഏതെങ്കിലും വ്യക്തികൾ ക്രിസ്തുവിൽ നിന്ന് പതുക്കെ മാറി ചിന്താഗതികൾ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ നിന്ന് മാറിപ്പോയി നമ്മൾ കർത്താവിൽ നിന്ന് പുറകോട്ട് പോയെങ്കിൽ അനുദപിക്കാനുള്ളൊരു സമയമായിട്ട് ഇതിനെ പരിഗണിക്കണം. യേശയ്യ വിശുദ്ധീകരിച്ചു, എന്നാൽ ഉസിയ കുഷ്ഠരോഗിയായി മാറി. അഹറോന്റെ തലയിൽ അഭിഷേകം കിട്ടി. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ശിരസിൽ അഭിഷേക തൈലം കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഈ സമയത്തിരുന്ന്, കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി, തെറ്റായ ബോധ്യങ്ങൾ എൻ്റെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്നു, തെറ്റായ ആശയങ്ങൾ എൻ്റെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്നു, എൻ്റെ തല മുഴുവൻ, ശിരസ് മുഴുവൻ വ്രണമാണ്. കർത്താവെ, ആ കുഷ്ഠരോഗിയോട് അങ്ങ് പറഞ്ഞതുപോലെ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞാൻ ആപാത ചൂടം സൗഖ്യമാകും എന്ന് എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാമോ? മാത്രമല്ല, ഈ നിമിഷം മുതൽ വേദപുസ്തകം എടുത്ത് വായിക്കാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ വചനം കൂടെ കേൾക്കാൻ സാധിക്കുമോ? എങ്കിൽ കർത്താവ് നിന്നെ ശുദ്ധീകരിക്കും. ഒരു ശുദ്ധീകൃതമായ അവസ്ഥയിലേക്ക് നീ മാറും. അതിനായിട്ട് സർവേശ്വരൻ നിന്നെ